യേശുക്രിസ്തു വഴിയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. യേശുക്രിസ്തു വഴി കാട്ടിയല്ല, യേശുക്രിസ്തു തന്നെയാണ് വഴി. ആ വഴിയിൽ കൂടി നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള രക്ഷയും ഉണ്ടാവും. യേശുവിൻ്റെ അടുക്കൽ വരുന്നത് ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമായിരിക്കരുത്. രോഗശാന്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി, അവരുടെ ബിസിനസ്സിലുള്ള ലാഭത്തിന് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോഴാണ് പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുന്നത്. യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വചനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, അതിലുള്ള ഹിഡൻ സീക്രട്സ്, അതിലുള്ള ലെയേർഡ് മീനിങ്സ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തുവിൽ തനിയെ നിങ്ങൾക്ക് വിശ്വാസം വരും. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈയസ്റ്റ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കം ടു മീ ഓൾ ഹു ആർ വിയറി ആൻഡ് ബർഡൻഡ് ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഈ വിയറി എന്ന് പറഞ്ഞാൽ എക്സസീവ്ലി ടയേർഡായിട്ടുള്ളവർ, വെറുതെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാടങ്ങ് വലഞ്ഞിരിക്കുന്നവരോട്, പാപഭാരത്താലും കുറ്റബോധത്താലും ഒക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവരോട്, രോഗം കൊണ്ട് വലഞ്ഞ പല ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ പോയി ഒരാശ്വാസം ലഭിക്കാത്തവരോട്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടി വലഞ്ഞിരിക്കുന്നവരോട്, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വൈഷമ്യങ്ങളുമായിട്ട് നടക്കുന്നവരോടാണ് യേശുക്രിസ്തു പറയുന്നത്, കം ടു മീ, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ ആശ്വസിപ്പിക്കൽ വെറും വാക്കുകൾ കൊണ്ടുള്ള ആശ്വാസം മാത്രമല്ല, അത് നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ആണ്. യോഹന്നാൻ 14:14 യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് നടത്തിത്തരും. ഇഫ് യു ആസ്ക് എനിത്തിങ് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ്. ജോൺ 14:14. സോ ആദ്യത്തെ സ്റ്റെപ്പാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ, അവൻ്റെ അടുക്കൽ എത്താനുള്ള യോഗ്യതയൊന്നും ആർക്കുമില്ല. ഈവൻ ദോ വി ഡോണ്ട് ഡിസേർവ്, ഹീ ഈസ് സ്റ്റിൽ കോളിങ് യു ജസ്റ്റ് കം ടു മീ. എൻ്റെ അടുക്കലേക്ക് വരിക. ഈ ക്ഷണം സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക. ഇന്നു മുതൽ തീരുമാനിക്കുക, യേശുക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ, യേശുവിനെ ഞാൻ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു എല്ലാവരെയുമാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. കം ടു മീ ഓൾ. ഇതൊരു വലിയ ഇൻവിറ്റേഷനാണ്. ഒരു നിബന്ധനയും ഒരു കണ്ടീഷൻസും ഒന്നുമില്ല. നിങ്ങൾ ഹിമം പോലെ വെളുത്തവരായെങ്കിൽ മാത്രമേ എൻ്റെ അടുക്കൽ വരാവൂ എന്നൊന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. ഹീ ഈസ് കോളിംഗ് എവ്രിബഡി. ഇതൊരു ബ്ലാങ്കറ്റ് ഇൻവിറ്റേഷനാണ്. നിങ്ങൾ പാപിയാണോ, നിങ്ങൾ രോഗിയാണോ, നിങ്ങൾ ഏത് തരത്തിലുള്ള ആളായിരിക്കട്ടെ, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, കം ടു മീ. നിങ്ങൾ എൻ്റെ അടുക്കലൊന്ന് വന്നാൽ മതി. യേശുക്രിസ്തു വഴിയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. യേശുക്രിസ്തു വഴി കാട്ടിയല്ല, യേശുക്രിസ്തു തന്നെയാണ് വഴി. ആ വഴിയിൽ കൂടി നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള രക്ഷയും ഉണ്ടാവും. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ വെളിച്ചത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതേ വെളിച്ചം തന്നെ തെളിയുന്നതായിട്ട് നിങ്ങൾ കാണും. ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശുവിൻ്റെ അടുക്കൽ വരുന്നത് ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമായിരിക്കരുത്. പലരും യേശുവിൻ്റെ അടുക്കൽ വരുന്നത്, പള്ളികളിലും പ്രാർത്ഥനാലയങ്ങളിലും ഒക്കെ പോകുന്നത് ബെനിഫിറ്റ്സിന് വേണ്ടിയാണ്, രോഗശാന്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി, അവരുടെ ബിസിനസ്സിലുള്ള ലാഭത്തിന് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോഴാണ് പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ക്ഷണം സ്വീകരിച്ച് അവന് നിങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്കി അവനെ തിരിച്ച് സ്നേഹിക്കാനുള്ള ആ ഒരു ബാധ്യതയോടുകൂടി നിങ്ങൾ വരുമ്പോഴാണ് യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും പൂർണ്ണ ഹൃദയത്തോടെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. അല്ലാത്ത പക്ഷം വെറും ഒരു ഇടപാട് മാത്രമാണ്. പൂർണ്ണ മനസ്സോടുകൂടി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോഴാണ് യേശുക്രിസ്തുവിൽ രക്ഷകനെ നമ്മൾ കാണുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവൻ ആദ്യം ചോദിച്ചത്, ജനം ഞാൻ ആരാണെന്നാണ് പറയുന്നതെന്നാണ്. ജനം മനുഷ്യപുത്രനെ പറ്റി എന്താണ് പറയുന്നതെന്നാണ് യേശുക്രിസ്തു ചോദിച്ചത്. അതിനുത്തരമായിട്ട് ശിഷ്യന്മാർ പറയുന്നത്, ചിലർ പറയുന്നു നീ യിരെമ്യാ പ്രവാചകനാണെന്ന്, ചിലർ പറയുന്നു ഏലിയാവാണെന്ന്, ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനാണെന്ന്. പക്ഷേ ഈ ആൾക്കാർ ആരും യേശുക്രിസ്തുവിൽ ഒരു രക്ഷകനെ കണ്ടെത്തിയില്ല. കാരണം അവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരാതെ അവനെ ദൂരെ നിന്ന് നോക്കിക്കാണുന്നവരായിരുന്നു. ഒരുപാട് മിറക്കിൾസ് ഒക്കെ കണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമായിരുന്നു അവരുടെ കണ്ണുകൾ. പക്ഷേ അവനെ അടുത്ത് കണ്ട ശിഷ്യന്മാർ, പത്രോസ് പ്രത്യേകിച്ച് പറഞ്ഞത്, നീ മശിഹായാവുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ അടുത്ത് വന്ന് അവൻ്റെ ക്ഷണം സ്വീകരിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അവനെപ്പറ്റി പഠിക്കാനും അവനെപ്പറ്റി കൂടുതൽ അറിയാനും നിങ്ങൾ താല്പര്യം കാണിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയാതെ തന്നെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിൽ നിങ്ങളാകുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ക്രൈസ്റ്റ് ബെയറേഴ്സ് ആകുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു ബെനിഫിറ്റിന് വേണ്ടിയുമായിരിക്കരുത് നിങ്ങൾ വരുന്നത്. സീക്ക് ദ ബ്ലെസ്സർ ആൻഡ് യു വിൽ ഗെറ്റ് ഓൾ ദ ബ്ലെസ്സിങ്സ് ദാറ്റ് ഹി വാണ്ട്സ് ടു ഗിവ് യു. സീക്ക് ദ ഹീലർ ആൻഡ് യു വിൽ ഗെറ്റ് ഓൾ ദ ഹീലിംഗ്സ് ദാറ്റ്
He wants to give to your body. Seek the Savior for a wonderful eternal life that you are hoping for. So faith comes by hearing and hearing the words of Christ. യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വചനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, അതിലുള്ള ഹിഡൻ സീക്രട്സ്, അതിലുള്ള ലെയേർഡ് മീനിങ്സ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ തനിയെ നിങ്ങൾക്ക് വിശ്വാസം വരും. So come fall in love with the word of God and fall in love with Jesus.